നിങ്ങളുടെ ബാഗ്. എക്സ്ക്യൂസ് മീ. നിങ്ങൾ ബാഗ് മറന്നു വെച്ചു. ഓ താങ്ക്സ്. ഇതിന്റെ അകത്തെങ്ങാനും ഇനി കാലൂത്തിയാ 2 കാല് ഞാൻ തല്ലുപിടിക്കും. പറഞ്ഞേക്കാം. ആരോടൊക്കെ പറയണ്ടേന്ന് വെച്ചാ പോയി പറഞ്ഞോ. വരുന്നവനെയും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഓ എന്തു പറ്റി മുത്തച്ഛ? ആരവൻ? പൂന്തോട്ടത്തിൽ കീടം ബാധിക്കുന്ന പോലെ ഈ ഗ്രാമത്തിലും ഒരു കീടം ബാധിച്ചിട്ടുണ്ട്. അവൻ അകത്തിരിപ്പുണ്ട്. അവന്റെ പേരാ ബാലരാജു. അവന്റെ അച്ഛൻ ഈ നാട്ടിലെ MLA. ഈ കീടത്തിന് ഏത് മരുന്നടിച്ചാ പോകുമെന്നോ ഏത് വിഷം വെച്ചാ ചാകുമെന്നോ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാ ഞാൻ വരട്ടെ മോനെ. ശരി എന്നാ പോട്ടെ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ഇതിന് സമ്മതമാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ പോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ? നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വലിയ റേറ്റിലാണ് വെക്കുന്നത്. ഈ കാശ് ഞങ്ങളുടെ രണ്ടിടത്ത് ഭക്ഷണത്തിന് പോലും തയ്യില്ല. ഇത് കൂടുതൽ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയാ സാറേ. നിങ്ങളുടെ കൊച്ചുമോള് വയസ്സറിച്ചിരിക്കാണല്ലോ. ആ ഫംഗ്ഷന് വേണ്ടിയൊക്കെ പൂ ആവശ്യം വരില്ലേ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭാര്യയ്ക്ക് പൂജ ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ പെങ്ങളുടെ തലയെ ചൂടുന്നതിന് വേണ്ടി ഇതിനൊക്കെ പൂ ആവശ്യമല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാവരും എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചേക്ക്. പൂ പോലെ ഞാൻ അവരെ നോക്കിക്കോളാം. എന്താ അയക്കോ? നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ പൂവ് കഴിക്കുന്നവന് സാധാരണ തന്നുകൊണ്ടിരിക്കുന്ന വിലയേക്കാൾ ഡബിള് തന്നേക്കാം. ശരി, 3 ഇട്ട് തരാം. എടാ, അത് വിഷടിച്ച പൂവാടാ. മാറിക്ക്. ഡേയ്, നിനക്ക് 5 മിനിറ്റ് സമയം ഞാൻ തരാം. ചേട്ടാ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എന്തിനാ ഇതൊക്കെ കഴിക്കുന്നേ? അങ്ങോട്ട് മാറിക്ക്. എനിക്ക് പണം വേണം. എന്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകണം. നീ പോടാ. ഞാൻ കഴിക്കാം മോനെ, ഞാൻ കഴിക്കാം. എനിക്ക് പണം വേണം. അയ്യോ ചേട്ടാ, കൃഷിക്കാരന്റെ കണ്ണിൽ തീ കോരിയിടരുത്. അത് ഭൂമിക്ക് നല്ലതല്ല. അവർക്ക് കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം. ഓക്കേ അണ്ണാ. വാടാ. പറയുന്നില്ല സാർ. ആ CIക്ക് ഫോൺ ചെയ്. സർ
ഇനി അടിച്ചാവും ചത്തുപോകും സാർ. ചാവുന്ന തരത്തിൽ അടിച്ചാലേ സത്യം പുറത്തു വരൂ. നീ പുതിയ പയ്യനാ, ഇത് കണ്ടു പഠിച്ചോ. പറയടാ. സാർ ഒരു ഫോണുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ ആളുകളെ കൈവച്ചെങ്കിൽ അവൻ സാധാരണക്കാരനല്ല. പുതിയതല്ലേ, ഉടനെ പോക്കിയേക്കാം. അടുത്ത ഗ്രാമത്തിലേക്ക് ചാടിച്ചേക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ട്രെയിൻ മാത്രമല്ല മാഡം, റെയിൽവേ സ്റ്റേഷൻ മൊത്തം നോക്കി. വൈശാഖിൽ അവൻ ഇറങ്ങിയില്ല മാഡം. ഹൈദരാബാദ് ട്രെയിൻ കയറിയവൻ വൈശാഖിൽ ഇറങ്ങിയില്ലെന്ന് വെച്ചാ ഇടയ്ക്ക് എവിടെയോ ഇറങ്ങിയിരിക്കണം. അന്വേഷിക്കേ. ആ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തിയോ ആ സ്ഥലങ്ങളിലെ മുക്കിലും മൂലയിലും തിരയും. ആരടാ നീ? മനുഷ്യനെ വീഴ്ത്താനായിട്ട് നടക്കുന്നു, വൃത്തികെട്ടവൻ. എന്റെ വണ്ടിയെ കിട്ടിയുള്ളൂ നിനക്ക്. എന്താ ഇത്? ഇനി ഇവ ശരിക്കും മരിച്ചോ? എടോ എണീക്ക്. ഹലോ, നിന്നോടാ. എന്റെ ദൈവമേ, ശരിക്കും ഇവ മരിച്ചുപോയോ? ഏ, ആരാ നീ? ഈ നാട്ടിൽ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഈ തണുപ്പത്ത് ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയി ഇവന്റെ കാര്യം എന്തായാലും തീരുമാനമാകും. അയ്യോ, സൂര്യേണ സൈജോഷഖ ഉത്തിഷ്ഠത. എണീക്ക്. എത്ര നേരമായി കിടന്നുറങ്ങുന്നു? അതേ ഭക്ഷണം, അതേ ഉറക്കം, അതേ സ്നാനം, എല്ലാം അതുപോലെ തന്നെ. നാണമാവുന്നില്ലേ? പുനർദിനൈവകരണ. വീണ്ടും വീണ്ടും. മോളെ മങ്ക, എന്തായാലും വെയിലത്തെ ജോലി ചെയ്യുന്നേ, നല്ലൊരു പാട്ടെങ്കിലും പാടിക്കൂടെ? ഉഷാറാവല്ലോ തോർത്ത് പറഞ്ഞതാ. അത് തന്നെ. നന്നായി ഉറങ്ങി വീണ്ടും എഴുന്നേ. ഇങ്ങനെ എത്ര നാൾ നീ മാറാതെ പോകുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ മാറ്റമുണ്ടാകില്ലേ മനുഷ്യ? ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ആലോചിക്കൂ മനുഷ്യ. ഉത്തിഷ്ഠത. ആലോചിച്ചു നോക്കൂ മനുഷ്യ. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ? ഇതെന്തു പറ്റി? പാട്ട് നിർത്തിയോ? എന്നറിയില്ല ശങ്കാര, മാടത്തെ മലവാഴ കൊലച്ചെന്ന്. ശക്തി. ജസ്റ്റ് മിസ്സായി. ഇല്ലെങ്കിൽ ശക്തിയുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. ഏതടാ നീ? ഞാനെന്താ പബ്ലിക് ടോയ്ലറ്റോ അത് ഇലക്ട്രിക് പോസ്റ്റോ? ഇങ്ങനെ നിന്ന് മുള്ള. അല്ല, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ വീടിനകത്ത് കയറിയത്? എന്ത് ധൈര്യത്തിലാ നീ വീടിനുള്ളിൽ കയറിയതെന്ന്? നിന്റെ അഡ്രസ് എന്താ? അഡ്രസ് പറയേ, പെട്ടെന്ന് നിന്റെ അഡ്രസ് പറയടാ. പറയാ. നീ വിട്, ഞാൻ ചോദിക്കുന്നില്ലേ? കൺഫേം ടാ. നിനക്കുണ്ട് കൺഫേം. നിങ്ങൾക്കൊന്നും അറിയില്ല. അത് രാത്രിയിൽ നടന്നത് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയാൻ വന്നത്. എന്ന് വെച്ചാ രാവിലെ നിന്നോട് പറഞ്ഞില്ലേ രാത്രിയിൽ ഒരുത്തനെ ഇടിച്ച നീവനാ? അത് ഓവറാക്കില്ലേ നീ? ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല. ആരാണ് നീ? ഞാനൊരു പാവാ. ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ച പേരാ പറയാറ്. ഇവനെന്താ ഇങ്ങനെ പാവാന്നൊക്കെ പറയുന്നേ? അതായത് ഞാനൊരു അനാഥനാണെന്നാ. ഓ, ജോലി അന്വേഷിക്കുന്നതിനിടയിൽ രാത്രി തലചുറ്റി വീണതാ.
തലയുറ്റി വീണെന്നോ? എന്തിലോ ഇടിച്ച പോലെ തോന്നിയില്ലേ? ഇടിച്ച പോലൊന്നും തോന്നിയില്ല, പക്ഷേ എന്തോ ഭാരമുള്ളത് നെഞ്ചിൽ വീണത് പോലെ തോന്നി. ചുണ്ടിലെന്തോ നീ മിണ്ടാതിരിക്കും. ഒന്ന് തന്നാ നീ നിന്റെ നാട്ടിൽ പോയി വീഴും. നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് എന്താ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, പോവാൻ നോക്ക്. അമ്മു, ഞാനിവിടെ ഡീൽ ചെയ്തോണ്ടിരിക്കല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോട് ഇനി ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയണോ? 2 ദിവസമായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പാവം. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നിരുന്നെങ്കിൽ കഴിച്ചിട്ട് ഞാൻ പോയിക്കോളാം. ശരി ശരി, ഞാൻ കൊണ്ടുവരാം. എടുത്ത് കൊടുക്കുമോളെ. ദാ, താങ്ക്സ്. അല്ല, നീ ഏത് നാട്ടിൽ നിന്നാ വരുന്നേ? ഹൈദരാബാദ്. അതിന്റെ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാ. അവിടുന്നാ? എടാ, നിനക്ക് ഹൈദരാബാദൊക്കെ അറിയാലോ. അവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവോ? പിന്നല്ലാതെ നാപ്പല്ലി, ചക്കരപ്പല്ലി, കൊക്കടപ്പല്ലി, ഇതൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളല്ലേ? അതെ, ഹൈദരാബാദിൽ നിന്ന് ജോലിയും തേടി ഇത്രയും ദൂരം എന്തിനാ വന്നത്? മണ്ടക്കേറി വെള്ളം കുടിച്ചോ. അത് പിന്നെ ചെറുപ്പത്തിലെ എന്റെ അച്ഛനമ്മയെ നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ വളർത്തിയത് എന്റെ ചിറ്റപ്പനാ. ഓ, അദ്ദേഹം എപ്പോഴും പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞ് എന്നെ ദ്രോഹിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാ ഞാൻ ഇങ്ങോട്ട്. ദയവ് ചെയ്ത് ഈ കാര്യം എന്റെ ചിറ്റപ്പനോട് പറയരുത്. ഞാൻ പറയില്ല. പക്ഷേ നിന്നെ കണ്ട കഷ്ടപ്പെടുന്നവനായിട്ടൊന്നും തോന്നില്ലല്ലോ. നീ എന്നെ കഷ്ടപ്പെടുന്നത് എന്നെ കണ്ടാ തോന്നുവോ? നീ ഇങ്ങോട്ട് വന്നേ, വാ ഇങ്ങോട്ട്. അതെ, പിന്നെ എന്തായാലും നമ്മുടെ പൂന്തോട്ടത്തിനൊരു കാവൽക്കാരൻ വേണം. നീ ഓക്കെ പറഞ്ഞ ഇവനെ ആ പണിക്ക് ഞാൻ ഫിക്സ് ചെയ്യാം. ഇവൻ ആരാ എന്താണെന്നൊന്നും അറിയാതെ എങ്ങനെ ജോലിക്ക് വെക്കാൻ പറ്റുക? നിന്റെ തല വളർന്നിട്ടേ ഉള്ളൂ, ബുദ്ധി വളർന്നിട്ടില്ല. അവനെ കണ്ട ജോലി ചെയ്യുന്നവനായിട്ട് തോന്നുന്നുണ്ട് നിനക്ക്? ഇപ്പോ അവൻ നമുക്കൊരു വേലക്കാരനാവും. അവന്റെ മുഖമൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? ആരെങ്കിലും ചോദിച്ചാ ഇവൻ നമ്മുടെ സ്വന്തക്കാരൻ പയ്യനെന്ന് പറഞ്ഞാ പോരെ? എനിക്കും കുറച്ച് ജോലി കുറയും. നീ ഒന്നും പറയണ്ട, ഒന്ന് യെസ് പറഞ്ഞേ. നന്നായി പണിയെടുത്ത മാസക്കണക്കിന് ശമ്പളം. ഞാൻ അമ്മന്ന് പറയണെന്നാ? പിന്നെ എന്ന് പറയണോ? വാ. ശരി, വാ. മോനെ, നിന്റെ പേരെന്താ? കയറാൻ, അലറാൻ, അങ്ങനെയുള്ള റായ? റാം. രാമു. ഓ, രാമു എന്നാണോ? നോക്ക് രാമു, ഇനി മുതൽ നീ ഇവിടുത്തെ ജോലിക്കാരനാ. നിനക്ക് 5000 രൂപ ശമ്പളം തരും. തോട്ടപ്പണി, വീട്ടുപണി നോക്കാതെ എല്ലാ പണിയും ചെയ്തോളാം. എനിക്ക് ഓക്കെയാണ് സാർ. ആദ്യം ആ ഷർട്ടിലെ ബട്ടൺസ് ഇട്. തോട്ടത്തിൽ ഒരു കാക്ക പോലും കയറാൻ പാടില്ല. ശരി സാർ. ഹേയ്, ശമ്പളം എത്രയെന്ന് പറഞ്ഞേ? 5000 രൂപ. ആ ശരി ശരി. ദേ ആ കുടിൽ പോയി കിടന്നോളണം. അതൊക്കെ ഇരിക്കട്ടെ, ആധാർ കാർഡ് എടുക്ക്. ആധാരം പോലും ഇല്ലാത്തവന് ആധാർ കാർഡ് എങ്ങനെയുണ്ടാവാനാ? ഞാനൊന്ന് പറയട്ടെ ബ്രോ, നിനക്ക് ഞാനുണ്ട്. ശരി ശരി, ജോലി തുടങ്ങിക്കോ. നീ ഇനി പുതിയ തുണിയൊക്കെ വാങ്ങുന്നവരെ ഇതിട്ടോ. സന്തോഷായില്ലേ? നീ എന്റെ മോനെ പോലെയാടാ. അമ്മു, വിശക്കുന്നടി. എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? കറുകപ്പുല്ലും നത്തക്കയും കൂടി വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലും ഭേദം ചോദിക്കാതിരിക്കുന്നതായിരുന്നു. അയ്യോ, നോക്ക്. ഓയ്, നിന്നെ കണ്ടിട്ട് നീ കൈതരിച്ച് ജോലിയൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, ഇതേ കൈ തിരിയുന്നുണ്ട്. ഏയ്, കൈ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചാൽ മാത്രം പോരടാ. ശരി, എനിക്ക് വിശക്കുന്നു. പോയി ഭക്ഷണം എടുത്ത് വെക്ക്. ചെല്ലേ ചെല്ലേ.